ഇന്നത്തെ വീഡിയോ തേങ്ങാപ്പാൽ എങ്ങനെയാണ് നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ കുക്കിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എന്നാലും നമുക്കത് സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മുഖത്തിലും ശരീരത്തിലൊക്കെ നമുക്ക് തേക്കാൻ പറ്റും. ഈ വരണ്ട ചർമ്മമൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഡയറക്റ്റ് മുഖത്ത് തേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ എടുക്കാറില്ലേ, തേങ്ങ പിഴിഞ്ഞിട്ട്, അതുപോലെ എടുക്കുക. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മുഖത്ത് തേക്കുക. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും അത് ഡ്രൈ ആവും. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ആക്കും. എന്താ പറയുക, നമ്മൾ ആ തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലോണം മോയ്സ്ചറൈസ് ആവും നമ്മുടെ മുഖം. അപ്പോൾ ഇതിൽ ഈ തേങ്ങാപ്പാലിൽ ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാൻ സഹായിക്കും. അതുപോലെ നല്ലോണം മുഖത്തിനെ ഹൈഡ്രേറ്റ് ആക്കുകയും ചെയ്യും. ഇത് നമുക്ക് ശരീരത്തിലും തേക്കാം കേട്ടോ. അങ്ങനെ മുഖത്ത് മാത്രം തേക്കാവുന്നൊന്നുമില്ല, ശരീരത്തിലും തേക്കാം. പിന്നെ നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് തേക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചിക്കൻ പോക്സിൻ്റെ കലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കും. അപ്പം നമുക്കറിയാലോ, പ്രായമാവും തോറും നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ വരാൻ തുടങ്ങും. പിന്നെ അതുപോലെ ഇങ്ങനെ മുഖമൊക്കെ തൂങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് തേങ്ങയുടെ പാലെടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാം കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ കൂടെ ഓട്സും കൂടെ ചേർക്കുക, എന്നിട്ട് സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ക്ലെൻസറാണ് തേങ്ങാപ്പാൽ. അതുപോലെ നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ കളയാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് ഇല്ലേ, അതിൽ നമ്മൾ കടലപ്പൊടിയും പാലൊക്കെ ഉപയോഗിക്കാറില്ലേ, തിളപ്പിക്കാത്ത പാലൊക്കെ ഉപയോഗിക്കാറില്ല. അപ്പം പാലിന് പകരമായിട്ടും നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് ഈ ബദാമിൻ്റെ പൊടി. അപ്പം ബദാമിൻ്റെ പൊടി നമ്മൾ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ബദാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് രാത്രി കുതിർത്ത് വെക്കുക, എന്നിട്ട് രാവിലെ തേങ്ങാപ്പാലിലിട്ടിട്ട് അരക്കുക. അതും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നല്ലോണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വരണ്ട ചർമ്മമുള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഡ്രൈനെസ് മാറിക്കിട്ടാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് തേങ്ങ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചിലരൊക്കെ വന്ന് ചോദിക്കും, ഇപ്പോൾ തേങ്ങക്കൊക്കെ വലിയ വിലയാണ്, അപ്പോഴാണ് തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് മുഖത്തും ശരീരത്തിലൊക്കെ തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ലല്ലോ. നമ്മൾ തേങ്ങയുടെ പാലെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ എടുത്തിട്ട് നമുക്ക് കറിക്കൊക്കെ അരക്കാമല്ലോ. അപ്പോൾ ഇതൊരു സീറോ വേസ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വലിയ കാശൊന്നും മുടക്കണ്ട. നമ്മുടെ കേരളത്തിൽ എന്തായാലും നമുക്ക് ഡെയിലി തേങ്ങ ഉണ്ടാവും. പിന്നെ എനിക്കൊക്കെയാണ് ഇപ്പോൾ തേങ്ങ കിട്ടാനുള്ളൊരു പാട്, പുറത്ത് പോയിട്ട് വാങ്ങണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം ഡ്രൈനെസ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇത് സഹായിക്കും. ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ നമ്മുടെ മുഖത്തും ശരീരത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഉള്ള ഫേസ് പാക്കുകളിൽ കൂടെയും നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.